വികസന കുതിപ്പിന് കരുത്തു പകരാൻ പുതിയ ഭരണസമിതി സജ്ജം. കൂത്താളി ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഹൃദ്യമായ ചടങ്ങുകളോടെ നടന്നു. കനറ ബാങ്കിനു സമീപത്തായി തയ്യാറാക്കിയ പന്തലിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളായ PK ശ്രീധരൻ പേരാമ്പ്ര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും റിട്ടേണിംഗ് ഓഫീസറുമായ പ്രമോദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രചാരപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മറ്റു സഹമെമ്പർമാർക്ക് PK ശ്രീധരൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട രവീന്ദ്രൻ കേളോത്ത് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നിരവധി നാട്ടുകാരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കൂത്താളി ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അംഗങ്ങളുടെ ആദ്യ യോഗം ചേർന്നു. അംഗങ്ങൾ പരസ്പരം പരിചയപ്പെടുകയും പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രാഥമിക ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഭരണസമിതിയുടെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഈ മാസം 27-ന് നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. ചടങ്ങിന് കൂത്താളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മനോജ് സ്വാഗതം പറഞ്ഞു. UDF അംഗങ്ങളായ ജനപ്രതിനിധികൾ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവും ആയിരുന്ന ഡോക്ടർ KG അടിയോടിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. നിരവധി നാട്ടുകാരുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തിയത്. ജയിച്ചിട ഉരിത്താനവ നടക്കുന്ന